നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പൂക്കോട് വെറ്ററിനറി കോളേജിൽ സഹവിദ്യാർത്ഥികൾ ചേർന്ന് ഒരു വിദ്യാർത്ഥിയെ കൊടും മർദ്ദനങ്ങൾക്കിരയാക്കി ഒടുവിൽ കൊലപ്പെടുത്തുന്നു. നമ്മുടെ ക്യാമ്പസുകൾക്ക് എന്തുപറ്റി എന്ന ചോദ്യം സമൂഹ മനസാക്ഷിയെ ഉണർത്തുമ്പോഴാണ് കട്ടപ്പനയിൽ ഇപ്പോൾ മറ്റൊരു വാർത്ത. നവജാത ശിശുവിനെയും വിജയൻ എന്നയാളെയും കൊലപ്പെടുത്തിയ വാർത്ത നടുക്കത്തോടെ മാത്രമേ നമുക്ക് കേൾക്കാൻ കഴിയൂ. കൊലപാതകത്തിന്റെ കാരണം തിരയുമ്പോൾ നമ്മൾ കൂടുതൽ അമ്പരക്കും. വിജയന്റെ കൊലപാതകത്തിൽ മകൻ വിഷ്ണുവും ഭാര്യ സുമയും പ്രതികളാകും. വിജയനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ചുറ്റിക കണ്ടെടുത്തു. നവജാത ശിശുവിന്റെ കൊലപാതകത്തിൽ മരിച്ച വിജയൻ പ്രതിയാണ്. ചുറ്റിക കൊണ്ട് തലക്കടിച്ചാണ് വിജയനെ കൊലപ്പെടുത്തിയതെന്ന് പ്രതികൾ പറയുന്നു. വീടിനുള്ളിൽ ചെറിയ കുഴിയെടുത്ത് സിമന്റ് തേച്ചതായി കാണുന്നുണ്ട് എന്ന് പഞ്ചായത്ത് അംഗമായ ഷാജി. വീട്ടിനുള്ളിൽ ചാക്കുകെട്ടുകൾ പോലെ എന്തൊക്കെയോ ഉണ്ട് എന്ന് മറ്റൊരു പഞ്ചായത്ത് അംഗമായ രമ മനോഹരൻ. മോഷണക്കേസിൽ നിതീഷ് എന്ന യുവാവും വിഷ്ണു എന്ന യുവാവും പോലീസ് അറസ്റ്റിലാകുന്നു. തുടർന്ന് ചോദ്യം ചെയ്യവേ നിതീഷ് വലിയൊരു കുറ്റസമ്മതം നടത്തി. ഒരു നവജാത ശിശുവിനെയും പ്രായമായ ഒരാളെയും താൻ കൊന്നു. വിഷ്ണു എന്ന തൻ്റെ സുഹൃത്തിൻ്റെ സഹോദരിയുടെ നവജാത ശിശുവിനെയും വിഷ്ണുവിന്റെ പിതാവിനെയുമാണ് തങ്ങൾ വധിച്ചത് എന്നായിരുന്നു നിതീഷ് കൊടുത്ത മൊഴി. മോഷണക്കേസിൽ പിടിയിലായ കാഞ്ചിയാർ കക്കാട്ടുകടയിൽ വാടകയ്ക്ക് താമസിക്കുന്ന നെല്ലാനിക്കൽ വിഷ്ണു വിജയൻ എന്ന 27-കാരനും സുഹൃത്ത് പുത്തൻപുരയ്ക്കൽ നിതീഷ് എന്ന രാജേഷ് 31 വയസ്സുകാരനുമാണ് പോലീസിന് മുന്നിൽ പിന്നീട് ചിലതൊക്കെ തുറന്നു പറഞ്ഞത്. യുവാക്കൾ ഒരുമിച്ച് താമസിച്ചിരുന്ന കക്കാട്ടുകടയിലെ വാടക വീടിന്റെ തറയിൽ വിജയന്റെ മൃതദേഹം മറവ് ചെയ്തു എന്നാണ് നിതീഷ് പോലീസിന് മൊഴി കൊടുത്തത്. വീടിന്റെ തറ പൊരുളിച്ച് ഇപ്പോൾ പോലീസ് പരിശോധന നടത്തുന്നു. കട്ടപ്പനയിലെ വർക്ക്ഷോപ്പിൽ ഒരു മോഷണക്കേസിൽ പിടിയിലായ പ്രതികളെ ചോദ്യം ചെയ്യുമ്പോഴാണ് നടുക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. വിഷ്ണുവിന്റെ പിതാവ് വിജയനെ 7 മാസം മുൻപും സഹോദരിയുടെ നവജാത ശിശുവിനെ 8 വർഷം മുൻപും കൊലപ്പെടുത്തിയെന്നായിരുന്നു ഇവർ നൽകിയ മൊഴി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇവർ ഒരുമിച്ച് താമസിക്കുന്ന കക്കാട്ടുകടയിലെ വാടക വീടിന്റെ തറ പുതുതായി കോൺക്രീറ്റ് ചെയ്തതായി പോലീസ് കണ്ടെത്തി. വിഷ്ണുവിന്റെ പിതാവിന്റെ മൃതദേഹം ഇവിടെയാണ് സംസ്കരിച്ചത് എന്ന് നിതീഷ് പോലീസിനോട് പറഞ്ഞു. വിഷ്ണു മുൻപ് താമസിച്ചിരുന്ന കട്ടപ്പനയിലെ വീട്ടിലാണ് നവജാത ശിശുവിന്റെ മൃതദേഹമെന്ന സംശയം. തറ കുഴിച്ച് പരിശോധിച്ചാൽ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുമെന്നാണ് പോലീസ് പറയുന്നത്. മന്ത്രവാദവും ആഭിചാരക്രിയകളും നടത്തിയ നിതീഷ് വിഷ്ണുവിന്റെ സുഹൃത്തായി മാറി. ആഭിചാരകർമ്മങ്ങൾക്ക് വേണ്ടിയാണോ ഈ കൊലപാതകങ്ങൾ നടത്തിയത് എന്ന് പോലീസ് സംശയിക്കുന്നു. വാടക വീട്ടിൽ നിന്ന് പൂജാവസ്തുക്കളും മറ്റും കണ്ടെത്തി. മാർച്ച് 2 പുലർച്ചെ കട്ടപ്പനയിലെ വർക്ക്ഷോപ്പിൽ മോഷണത്തിന് ശ്രമിക്കുമ്പോഴാണ് വിഷ്ണു പിടിയിലായത്. ഈ സമയം പുറത്ത് കാവൽ നിൽക്കുകയായിരുന്നു നിതീഷ്. മോഷണശ്രമം പുറത്തെറിഞ്ഞപ്പോൾ കടന്നുകളയാൻ ശ്രമിച്ച വിഷ്ണു വീണ് പരിക്കേറ്റ് ആശുപത്രിയിലായി. അറസ്റ്റിലായ നിതീഷിനെ റിമാൻഡ് ചെയ്തു. പിന്നീട് പീരുമേട് ജയിലിലേക്ക് മാറ്റി. വിഷ്ണുവിന്റെ സഹോദരിയുമായി നിതീഷിന് വർഷങ്ങൾക്ക് മുൻപ് ബന്ധം. തുടർന്ന് സഹോദരിയിൽ ഒരു കുഞ്ഞു പിറക്കുന്നു. ഇത് നാട്ടിൽ അപമാനമുണ്ടാക്കും എന്ന് ഭയന്ന വിഷ്ണുവും വിഷ്ണുവിന്റെ പിതാവ് വിജയനും പിന്നെ നിതീഷും ചേർന്ന് ഈ കുഞ്ഞിനെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നു. 2016 ഈ സംഭവം. അവിവാഹിതയായ യുവതി അമ്മയാകുന്നതിന്റെ നാണക്കേട് ഭയന്നായിരുന്നു കൊലപാതകമെന്ന് നിതീഷ് മൊഴി നൽകുന്നു. എന്നാൽ ഈ മൊഴി പൂർണ്ണമായി പോലീസ് വിശ്വസിക്കുന്നില്ല. നരബലിയെന്നാണ് പോലീസിന്റെ സംശയം. കുഞ്ഞിനെ കൊലപ്പെടുത്താനായി നിതീഷും വിജയനും ചേർന്ന് പിടിച്ചു. വിജയൻ പിടിച്ചത് കുഞ്ഞിന്റെ കാലിൽ. നിതീഷ് മുഖമമർത്തി കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്നു. പിന്നീടാണ് വിഷ്ണുവും വിജയനും നിതീഷും ചേർന്ന് കുഞ്ഞിനെ മറവ് ചെയ്തത്. 7 മാസങ്ങൾക്ക് മുൻപ് ഒടുവിൽ വിജയൻ കൊല ചെയ്യപ്പെടുന്നു. മകൻ വിഷ്ണുവും വിജയന്റെ ഭാര്യയും ഈ കേസിൽ പ്രതികളാണ്. വിജയനെ വീട്ടിലെ ഹാളിൽ വെച്ച് ചുറ്റിക കൊണ്ട് തലക്കടിച്ച് വീഴ്ത്തി. ഭാര്യയുടെയും മകന്റെയും സഹായത്തോടെ പ്രതി നിതീഷ് മൃതദേഹം വീടിന്റെ തറയിൽ കുഴിച്ചുമൂടിയെന്നാണ് പോലീസ് റിപ്പോർട്ട്. വിഷ്ണുവിന്റെ പിതാവ് NG വിജയന് 57 വയസ്സ്. ദുർമന്ത്രവാദത്തിന് നേതൃത്വം നൽകിയ നിതീഷ് ഈ 2 കൊലപാതകങ്ങളിലും പങ്കെടുത്തത് ദുർമന്ത്രവാദത്തിനും പൂജകൾക്കും വേണ്ടിയാണ് എന്ന് പോലീസിന്റെ സംശയം. വിജയന്റെ മകളുടെ കൈക്കുള്ള ബുദ്ധിമുട്ട് പൂജകളിലൂടെ മാറ്റിത്തരാമെന്ന് വിശ്വസിപ്പിച്ചാണ് നിതീഷ് ആദ്യം അവരുടെ വീട്ടിലെത്തുന്നത്. അതിനുശേഷം നിതീഷിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആ കുടുംബം ജീവിത രീതി വരെ മാറ്റി. ബന്ധുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നുമൊക്കെ അകലം പാലിച്ചു. ഒടുവിൽ വാടക വീടുകൾ മാറി മാറി താമസിക്കാൻ തുടങ്ങിയതോടെ ഇവരെ കാണാതായി എന്ന് വ്യക്തമാക്കി വിജയന്റെ സഹോദരി ഒരിക്കൽ പോലീസിന് വരെ പരാതി നൽകി. ഒരിക്കൽ കട്ടപ്പനയിൽ ഒരു ബന്ധു വിജയനെയും മറ്റും കണ്ടതായി അറിയിച്ചതോടെയാണ് അവർ ജീവനോടെയുണ്ട് എന്ന് ബന്ധുക്കൾ മനസ്സിലാക്കിയത്. വിജയന്റെ മകൾക്ക് പ്രത്യേക ശക്തിയുണ്ട് എന്ന് നിതീഷ് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. മറ്റുള്ളവരുമായി ഇടപെട്ടാൽ വിജയന്റെ മകൾക്കുള്ള ഈ പ്രത്യേക ശക്തി നഷ്ടപ്പെടുമത്രേ.
ഇത് പറഞ്ഞാണ് നാട്ടുകാരിൽ നിന്നും വീട്ടുകാരിൽ നിന്നുമൊക്കെ ആ കുടുംബത്തെ നിതീഷ് ബുദ്ധിപൂർവ്വം അകറ്റിയത്. മറ്റുള്ളവരുമായി മകൾ ഇടപഴകിയാൽ അവളുടെ ശക്തി ക്ഷയിക്കുമെന്ന് അവരെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. വിജയന്റെ മകളും നിതീഷും തമ്മിൽ അവിഹിത ബന്ധം തുടർന്നു പോന്നു. ഒടുവിൽ വിജയന്റെ മകൾ ഗർഭിണിയായി. അവിഹിത ബന്ധത്തിലുണ്ടായ കുഞ്ഞായതുകൊണ്ട് അതിനെ കൊലപ്പെടുത്താൻ വിജയനും നിതീഷും ചേർത്ത് തീരുമാനമെടുത്തു. ഒടുവിൽ ആ പിഞ്ചു കുഞ്ഞിനെ 2016 ജൂലൈയിൽ അവർ ഇരുവരും ചേർത്ത് കൊലപ്പെടുത്തി. നിതീഷും കുട്ടിയുടെ മാതാവായ യുവതിയും വിവാഹിതരായിരുന്നില്ല. കുഞ്ഞിനെ വിജയൻ കാലിൽ പിടിച്ചു നൽകിയപ്പോൾ നിതീഷ് മൂക്കും വായും തുടികൊണ്ട് മൂടി ശ്വാസം മുട്ടിച്ചു കൊന്നു. പിന്നീട് കുഞ്ഞിനെ കട്ടപ്പന സാഗര ജംഗ്ഷനിൽ ഇവർ മുൻപ് താമസിച്ചിരുന്ന വീട്ടിലെ തൊഴുത്തിൽ കുഴിച്ചുമൂടി. വിജയന്റെ മകൻ വിഷ്ണുവും ഈ കേസിൽ പ്രതിയായി. മാസങ്ങൾക്ക് മുൻപ് വിജയനും നിതീഷും തമ്മിൽ തർക്കത്തിനിടെ നിതീഷ് ഷർട്ടിൽ പിടിച്ചു വലിച്ച് നിലത്തിട്ടതിനു ശേഷം ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തി. പിന്നീട് വിഷ്ണുവിന്റെ സഹായത്തോടെ വീട്ടിലെ ഒരു മുറിയിൽ കുഴിയെടുത്ത് കുഴിച്ചുമൂടി. പോലീസ് പരിശോധിക്കുമ്പോൾ വീട്ടിലെ മുറികളെല്ലാം തന്നെ അലങ്കോലമായി കിടക്കുന്നു. മുറിക്കുള്ളിൽ ഒട്ടേറെ ചാക്കുകെട്ടുകൾ, പൂജാ സാധനങ്ങൾ, മുറിക്കകത്ത് കർട്ടൻ പോലെ പ്ലാസ്റ്റിക്കുകൾ കൊണ്ട് മറച്ചിരിക്കുന്നു. അവരുടെ ജീവിതം ഏറെ ദുരൂഹതകൾ നിറഞ്ഞതാണ് എന്ന് നാട്ടുകാർ പറയുന്നു. ആൾതാമസമുള്ള ഒരു വീടായി അത് തോന്നുന്നേയില്ല. പഞ്ചായത്ത് അംഗമായ രമ പറയുന്നു. ചാക്കുകെട്ടുകളും അതുപോലെ പൂജ നടന്നതിന്റെ ലക്ഷണങ്ങളും വീടിനുള്ളിൽ കാണാനുണ്ട്. വീടിനകം ഭയപ്പെടുത്തുന്നതാണ് എന്ന് രമ. ഇത്ര നിഷ്ഠൂരമായി ഒരു നവജാത ശിശുവിനെ കൊലപ്പെടുത്തുക, ആ കൊലപാതകത്തിന് നവജാത ശിശുവിന്റെ അമ്മയുടെ അച്ഛൻ തന്നെ മുൻകൈയെടുക്കുക, നിതീഷ് എന്ന കൊടുംക്രൂര യുവാവിനെ കൊണ്ട് ആ ക്രൂരകൃത്യം നടത്തിപ്പിക്കുക, പിന്നീട് വിധി വിജയന് കാത്തുവെച്ചതും അതേ മരണശിക്ഷ തന്നെ. കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളാണ് കേരളത്തിൽ ഇപ്പോൾ മുഴങ്ങി കേൾക്കുന്നത്. കൊലപാതകത്തിന് പിന്നിൽ നരബലിയും മറ്റാഭിജാത്യ പ്രവർത്തനങ്ങളും. കട്ടപ്പനയിലേത് ഒരൊറ്റപ്പെട്ട സംഭവമെന്ന് നമുക്ക് പറയാം. എന്നാൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരം വാർത്തകൾ നിരന്തരം വരുന്നത് നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്നു. എന്തിനും മണിക്കാത്ത ചില മനുഷ്യർ ഇപ്പോൾ താമസിക്കുന്ന ഇടമായി ഈ കേരളം മാറിയോ എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.